ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് വിളിച്ച മുദ്രാവാക്യമുണ്ട്. ഭരണകൂട വ്യവസ്ഥയെ തകർക്കും തകർക്കും നിന്നുടെ കാരിരുമ്പ് കോട്ടകൾ. ഭരണകൂടമെന്ന് പറയുന്നതിന് കണ്ണില്ല, മുഖമില്ല, ചെവിയില്ല, ബധിരനാണ്, അന്ധനാണ്, മൂകനാണ്. വളരെ ദുരന്തം പിടിച്ചതാണ്. ദുരന്തത്തിൻ്റെ പേരാണ്, മഹാദുരന്തത്തിൻ്റെ പേരാണ് ബ്യൂറോക്രസി. അതുകൊണ്ടാണല്ലോ അധികാര വികേന്ദ്രീകരണവും ഭരണഘടനാ സംവിധാനങ്ങളും വിവരാവകാശവും വനാവകാശവും അറിയാനുള്ള അവകാശവും സേവനാവകാശവും ഒക്കെ വരുന്നത്. ഒരാളിനൊരു സർക്കാരിലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശുദ്ധ തോന്നിയവാസമാണ്. അത് തൻ്റെ സഹപ്രവർത്തകരോടാകട്ടെ, തൻ്റെ സീനിയറായിരുന്ന ഒരാൾ റിട്ടയറായിട്ട് വീട്ടിൽ പോയതിനു ശേഷം പെൻഷൻ വാങ്ങാൻ വരുമ്പോൾ അദ്ദേഹം തന്നെ പഠിപ്പിച്ചെടുത്ത ജൂനിയർ ഇരുന്നിട്ട് നോക്കുന്നൊരു നോട്ടമുണ്ടായിരിക്കും. ഇവൻ ആരടാ ഇത് വരാനിരിക്കുന്നു. ഒരു കഥ, ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. ഒരിക്കലും ഒരു DGP പറഞ്ഞ കഥയാണ്. റിട്ടയർഡ് DGP അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളർത്തുന്ന നായ രാവിലെയും വൈകുന്നേരവും ഒക്കെ DGPക്ക് സല്യൂട്ട് അടിക്കും പോകുമ്പോൾ. അങ്ങനെ പെൻഷൻ പറ്റുന്നുണ്ടെന്ന് രാവിലെ നായ പറഞ്ഞു. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ന് പെൻഷൻ പറ്റുകയാണ് എന്ന് പറഞ്ഞു. ആ ശേഷം നായ അങ്ങനെ അപ്പോഴും സല്യൂട്ട് അടിച്ചു. പക്ഷെ തിരിച്ച് വൈകുന്നേരം ബൊക്കയായിട്ടൊക്കെ തിരിച്ചു വന്നപ്പോൾ നായ അടുത്ത് വരുന്നുമില്ല, സല്യൂട്ട് അടിക്കുന്നുമില്ല. എന്തേന്ന് ചോദിച്ചപ്പോൾ നായയ്ക്ക് മനസ്സിലായി കാണും ഇദ്ദേഹത്തിൻ്റെ അധികാരമൊക്കെ പോയി, DGP പദവിയൊക്കെ പോയി, ഇദ്ദേഹം വെറും IPS ഒക്കെ പോയാലും ഇനി വേറെ ഒരാൾ. അപ്പോൾ അധികാരത്തിൻ്റെ സുഭകം നായയ്ക്ക് പോലും മനസ്സിലാകുമെന്നാണ് പറയുന്നത്. ഇത് നടന്ന കഥയാണ്, ഒരു DGP പറഞ്ഞ കഥയാണ്. നമ്മുടെ അധികാരവർഗം, അവർക്ക് കണ്ണും മൂക്കും കാതും ഒന്നുമില്ല. എന്താണ് കാട്ടിക്കൂട്ടുന്നത്? ഇവിടെ പത്തനംതിട്ടയിലെ നാറാണമൂഴിയിലെ ഒരു വനം വകുപ്പിലെ ഫീൽഡ് സ്റ്റാഫായിട്ടുള്ള 47 വയസ്സുള്ള, 47 വയസ്സെന്ന് പറഞ്ഞാൽ അദ്ദേഹം 10, 70, 60, 70, 80 വയസ്സ് ജീവിച്ചിരിക്കണമെങ്കിൽ എത്ര കാലം ജീവിച്ചിരിക്കാൻ കഴിയും? ആയുസിൻ്റെ പകുതി ആയപ്പോൾ 47 വയസ്സിലെ VT ഷിജോ അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാരണം എന്താണെന്നറിയണ്ടേ? വലിയ തമാശയാണ്. ഹൈക്കോടതി ഉത്തരവിട്ടാലും നമ്മുടെ ഏമാന്മാർ, സാറന്മാർ, അതും വലിയ സാറന്മാരല്ല, ചെറിയ സാറന്മാർ, അവിടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ DO ഓഫീസിലെ, പത്തനംതിട്ട ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ CA ക്ലർക്കിൻ്റെ അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ CA, അവരുടെ സീനിയർ ക്ലർക്ക്, മറ്റ് ഫീൽഡ് സ്റ്റാഫ്, ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളാണ് അവരുടെ ഫയൽ തടഞ്ഞു വെച്ചത്. സ്വന്തം ഭാര്യ ഷിജോയുടെ ഭാര്യ ലേഖ രവീന്ദ്രൻ്റെ 2024 നവംബർ മാസം 26 ഹൈക്കോടതിയിൽ വിധിയുണ്ടായി. 3 മാസത്തിനകത്ത് അവർക്ക് ശമ്പളം കൊടുക്കണമെന്ന്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലെന്നേ. ആ UP സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകയ്ക്ക്, നാറാണമൂഴിയിലുള്ള ഒരു എയ്ഡഡ് സ്കൂളാണ്, ആ സ്കൂളിലെ അധ്യാപകയ്ക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അതൊരു ചെറിയ സാങ്കേതികത്വത്തിൽ കുടുങ്ങിയിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. ബാക്കി ഈ ചേട്ടന്മാരെല്ലാം ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ. ഈ ചേട്ടന്മാർക്ക് യൂണിയനും സംഘടനയും എല്ലാം ഉണ്ടല്ലോ, കൃത്യമായി ശമ്പളം വാങ്ങുമല്ലോ. ഒരു ദിവസം ബില്ലെഴുതുന്നതിന് ഡ്രോയിങ് ഓഫീസർ ബില്ലെഴുതാൻ ലീവ് കാരണമോ എന്തെങ്കിലും കാരണത്തിൽ ഒരു ദിവസം എടുത്ത് മാറിപ്പോയാൽ എന്ത് കുത്തിമറിക്കുമല്ലോ. ആ കുത്തിമറിക്കുന്ന ചേട്ടന്മാരായ സീനിയർ ക്ലർക്കും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ CAയും PAയും എല്ലാ ചേട്ടന്മാരുണ്ട്. എനിക്ക് പദവികളും ഞാൻ പറയുന്നില്ല. 3 പേരെ അടിയന്തരമായി വിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവരെ ഡിസ്മിസ് ചെയ്യണം, വീട്ടിൽ പോകാൻ പറയണം. അവരുടെ ബാക്കി ശിഷ്ടകാലത്തേക്ക് ജീവിക്കാനുള്ള ചെറിയ തുക എന്തെങ്കിലും കൊടുത്തുകൊണ്ട് അവരെ VRS എടുപ്പിക്കും പോലെ, പെൻഷൻ പറ്റിക്കും പോലെ വീട്ടിൽ പറഞ്ഞു വിടണം. അവരൊന്നും ഈ സമൂഹത്തിന് നല്ലതല്ല. 40 ലക്ഷം ചെറുപ്പക്കാരാണ് ഇവിടെ, ചെറുപ്പക്കാരികളുമാണ് തൊഴിലില്ലാതെ തെണ്ടി അലഞ്ഞ് നടക്കുന്നത്. അപ്പോഴാണ് ഇതുപോലത്തെ നരാധമന്മാരെ ഈ സിസ്റ്റത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സിസ്റ്റമാണ് സാർ? വളരെ കൃത്യമായി സിസ്റ്റത്തെക്കുറിച്ച് ആവേശപ്പെടുന്ന മന്ത്രിമാർ, എന്ത് സിസ്റ്റമാണ് സാർ ഇവിടെ ഉള്ളത്? വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ കുട്ടികൾ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിക്കുന്നു, കെട്ടിടം വീണ് മരിക്കുന്നു, ഉപ്പുമാവ് കൊടുക്കാൻ പൈസയില്ല, പിന്നെ മെനു തയ്യാറാക്കുന്നതിൽ ഒരു കുറവുമില്ല, അങ്ങനെ പോകുന്നു. അംഗൻവാടികളുടെ കണക്കെടുത്താൽ ഇങ്ങനെ, തൊഴിലുറപ്പിൻ്റെ കണക്കെടുത്താൽ അങ്ങനെ, ഹോസ്പിറ്റലിൻ്റെ കണക്കെടുത്താൽ ഇങ്ങനെ. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ലീവ് എടുത്ത് പോയിരിക്കുകയാണ്, അവധിയിൽ പോയിരിക്കുകയാണ്. എന്തൊരു സിസ്റ്റമാണ് സാർ? ഇതിൽ കൂടുതൽ നിങ്ങൾക്കൊരു സിസ്റ്റത്തെ തകർത്ത് തരിപ്പണമാക്കാൻ, കല്ലിലടിച്ച പൂക്കുല പോലെ, കരിമ്പിൻ കേട്ടിൽ കയറിയ ആനയെപ്പോലെ സകലതും ചവിട്ടി മെതിച്ചില്ലാതാക്കുന്നൊരു ഭരണവ്യവസ്ഥയും കുറേ മന്ത്രിമാരും. എന്താണ് നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നത്? ഇതാ കണ്ടില്ലേ, ആ ലേഖ രവീന്ദ്രൻ്റെ മകനെ, അതെ ഷിജോയുടെയും ലേഖ രവീന്ദ്രൻ്റെയും മകൻ എഞ്ചിനീയറിംഗിന് കൊടുക്കാൻ പൈസ ഇല്ലാതെ കൂടെ വന്നപ്പോഴാണ് അവർ മരിച്ചത്. ഇനി ആ കുഞ്ഞ് എഞ്ചിനീയറിംഗ് പഠിക്കുമോ? എന്താണ് സംഭവിക്കുന്നത്? ഒരു കുടുംബത്തിൻ്റെ നാഥനെ ഇല്ലാതാക്കുമ്പോൾ അച്ഛനില്ലാത്ത മകനും ഭർത്താവില്ലാത്ത ഭാര്യയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? നിങ്ങൾക്കും ഭാര്യ മക്കളല്ലേ? തൻ്റെ മുന്നിലെത്തുന്ന ഓരോ ഫയലും ഓരോ ജീവനാണെന്ന് 1000 വട്ടം മുഖ്യമന്ത്രി പറയുന്നു. എന്തിനാ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഭരണവ്യവസ്ഥ? ഒന്നുകിൽ ഈ സംവിധാനത്തിനെല്ലാം പിരിച്ചുവിടുക, അല്ലെങ്കിൽ ഇതിനെ മുഴുവൻ എടുത്ത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കും ഗ്രാമസഭകൾക്കും താഴേക്ക് കൊടുക്കുക, മുഴുവൻ അധികാരവും താഴേക്ക് കൊടുക്കുക. എന്തിനാണ് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളെ തുറന്നു വെച്ചിട്ട് ഡെപ്യൂട്ടി DO, ഡെപ്യൂട്ടി ഡയറക്ടർ
തസ്തികകളുടെ പ്രളയമാണ്. ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. എന്നിട്ട് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും രാജ്ഭവൻ്റെ മുന്നിൽ പോയി ആഗോളവൽക്കരണത്തിനെതിരെ സമരം ചെയ്യും. കഴിഞ്ഞ ദിവസവും നടക്കുന്നൊരു സമരം കിടക്കുന്നു. കാര്യം ചോദിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ സമരം. നിങ്ങൾ കോർപ്പറേറ്റ് വൽക്കരണമൊക്കെ അവിടെ നിൽക്കട്ടെ സഹാക്കളെ, സുഹൃത്തുക്കളെ. നിങ്ങളുടെ സർവീസ് സംഘടനകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും മനുഷ്യൻ്റെ പറ്റുണ്ടെങ്കിൽ, മനുഷ്യക്കാമ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിവിൽ സർവീസിനെ കറക്റ്റ് ചെയ്തെടുക്കൂ. ഓരോ ഫയലും ഓരോ ജീവനാണെന്ന് പറഞ്ഞാൽ പോരാ. തൻ്റെ മുന്നിലെത്തുന്ന ഓരോ ഫയലിലും ജീവനുണ്ടെന്ന് ഓരോ ഉദ്യോഗസ്ഥനും, അത് പിയൂണ് മുതൽ ചീഫ് സെക്രട്ടറി വരെ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ്, ചീഫ് സെക്രട്ടറി പിയൂണ് മുതൽ ക്യാബിനറ്റ് സെക്രട്ടറി വരെ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോഴാണ് ഫയലുകൾക്ക് ജീവനുണ്ടാകുന്നത്. 1,00,000 ഫയലാണ് സെക്രട്ടേറിയറ്റിൽ അടയിരിക്കുന്നത് ഉദ്യോഗസ്ഥർ. എന്തൊരു ഗതികേടാണ് ഈ രാജ്യത്തിന്. നിങ്ങൾക്ക് ശമ്പളം വാങ്ങാൻ അർഹതയില്ല എന്നുള്ളത് വളരെ പരസ്യമായി പറയേണ്ടി വരുന്നത് പോലും കാലത്തിൻ്റെ ഒരു ഗതികേടാണ്.